ഇംഗ്ലണ്ടും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള വൺ ഡേ മത്സരങ്ങൾക്കും അതുപോലെ T20 മത്സരങ്ങൾക്കും ടെസ്റ്റ് പരമ്പരക്കുള്ള സ്ക്വാഡിനെ അധികം വൈകാതെ തന്നെ BCCI പ്രഖ്യാപിക്കും. എന്നാൽ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ പുതിയ താരം സ്ക്വാഡിൽ ഇടം പിടിക്കും, ഇതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടോ, ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ തള്ളി ഇങ്ങനെ തൊള്ളൊന്ന് വെറുതെ തള്ളി പറയല്ല. പല പ്രമുഖ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ സ്പോർട്സ് ക്യൂയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി ടീം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ഈ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കാണപ്പെടുന്നുണ്ട് മുഹമ്മദ് ഷമി അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും. അതുപോലെ ബാക്കപ്പ് ഓപ്പണറായിട്ട് ജയ്സ്വാൾ ഉണ്ടായേക്കും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മക്ക് ഈ ഒരു ടീമിൽ ഇടം പിടിച്ചേക്കും. അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ ഉണ്ടായേക്കും എന്നുള്ള കാര്യമാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജു സാംസണും ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായേക്കും. അതുപോലെ KL രാഹുലും ഋഷഭ് പന്തും ഒക്കെ 3 വിക്കറ്റ് കീപ്പർ ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഇന്ത്യ ഉൾപ്പെടുത്തുക എന്നാണ് സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ റിയൽ പരാഗും തിലക് വർമ്മക്കും അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിക്കും അവസരം ഉണ്ടായേക്കും എന്നാണ് സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ഇനി ടീമിൽ വരുമ്പോൾ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ടീം എങ്ങനെയാണ്, ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.